കവാസാക്കി ഹലാക്കാക്കി ബടക്കാക്കി റസാക്കിന്റെ കവാസാക്കി ഹലാക്കാക്കി ബടക്കാക്കി. ആരങ്ങോട്ട് വരുന്നുണ്ടല്ലോ? ആരമനെ ആ പഞ്ചായത്ത് മെമ്പർ. അല്ലാ വല്ലാത്ത പടക്കാണത്. റേഞ്ചും കിട്ടുന്നില്ലല്ലോ. ആ തെങ്ങിന്റെ മുകളിലേക്ക് കയറിയിട്ട് കേറി അങ്ങോട്ട് അടിക്കണ്ടേ? ഭരണം മാറും. പോലീസ് നമുക്ക് പുല്ലാണ്. നമ്മളെക്കല്ലാണ്, ബിഹാറെക്കല്ലാണ്. ശരി ശരി ശരി, ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. എന്തെല്ലാം വിശേഷം? കേറിന്ന് പറ. കേൾക്കാനുള്ള എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. നീ ആരോടെ കേറി അടിക്കാൻ പറഞ്ഞു? സമരം നടക്കല്ലേ സെക്രട്ടറിയുടെ മുന്നില്? അത് നിനക്കെന്താ? ഞാൻ യൂത്ത് വിങ്ങിന്റെ നേതാവല്ലേ? യൂത്ത് വിങ്ങിന്റെ നേതാവാ. കഴിഞ്ഞ വർഷം ഷഷ്ടിപൂർത്തി ആഘോഷനാണ്. ഇപ്പൊ പെയിന്റും അടിച്ച് പൗഡർ കുട്ടപ്പനായിട്ട് നടക്കാനായിട്ട് യൂത്ത് വിങ്ങിന്റെ നേതാവ്. ടിവിയിലും ഫോട്ടോയിലും താത്തന്റെ ഫോട്ടോ കണ്ടില്ലേ? ഇടവുള്ള നീ അങ്ങനെ കേറിയെന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഞാൻ കണ്ട്, പത്രത്തിൽ കണ്ട്, ടിവിയിലൊക്കെ കാണുന്നുണ്ട്. നീ ഒന്നാമത് തുണി പൊക്കി ഓടേണ്ട ഫോട്ടോ ഞാൻ കണ്ട് പോലീസുകാരെ അടിക്കുമ്പോ. അത് വിടുതാത്ത ഇയാളിവിടെ ഇട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ സഹകരണ ജീവനക്കാരനും ഇയാൾക്ക് എന്താ കാര്യം? എന്റെ പെൻഷനായിട്ട് വന്നാണ് ഉള്ള. താത്താക്ക് പെൻഷനാ? എന്താ എനിക്ക് പെൻഷൻ മേടിക്കാൻ പറഞ്ഞേ? താത്താന് അർഹല്ല. എന്താ കാര്യം? താത്താന്റെ 2 മക്കൾ ഗൾഫിലല്ലേ, ഒരാള് ദുബായിലും ഒരാള് ഖത്തറിലും. അതിനിപ്പോ എന്താ എനിക്ക് പെൻഷൻ വേണം? എന്റെ അത് കൂടാതെ താത്താന്റെ മോള് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അല്ലേ, യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ വരുമാനല്ലേ വരുന്നേ. ഞാൻ പുള്ള എന്താണ്ട് പരിപാടി അവതരിപ്പിച്ച് എന്താണ് കിട്ടുക അത് ഞങ്ങളുടെ ചെലവിന്. ആ പുള്ളയുടെ ഉടുപ്പിന്റെ തന്നെ അത് തികയൂലാണ് പുള്ള. പിന്നെ ആ പുള്ള താത്ത മോളെ വിളിക്ക്. എന്തിനാ? താത്താന്റെ മോൾക്ക് വരുമാനം ഉണ്ടോ ഇല്ലെന്നുള്ള മോള് വന്ന് പറയട്ടെ. അവളൊരു പരിപാടി ഉണ്ടെന്ന്, അവൾക്ക് അതിന് പോകേണ്ട ആവശ്യമുള്ള. ഈ മോളല്ലേ നാട്ടില് ഓടിയിൽ നടന്നല്ലേ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കണത്? ആ പിള്ള നടന്ന പരിപാടിക്കണോ ഓടിയിൽ? കാറായാലും എന്തായാലും ഞാൻ അവളെ വിളിക്കാം. പോലെ സൂറ സൂറ ആരെ മോനെ അമ്മ പണിയണ? മോൾക്ക് ഇന്ന് എവിടെ പരിപാടി? എനിക്കിത് പെരുമ്പാവൂർ പരിപാടി ഉണ്ടോ? ആ പുള്ള ഉദ്ഘാടനത്തിന് നീ എന്നത് ഈ ഒരുമാതിരി ഗ്രഹണി പഠിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ നോക്കണ. ആ പുള്ള അവിടെ നിൽക്കണ്ട പിള്ള. നീ പൊയ്ക്കോ പിള്ള. ഞാൻ പൊക്കട്ടെ. ഇതാണ് തനി പാർട്ടിക്കാരൻ. ഇപ്പോഴാണ് നീ ആ പാർട്ടിക്കാരനായത്. സെൽഫി എടുക്ക. ആ പുള്ള നിന്ന് കൊടുക്കുവാനെ കെട്ടിയോളെ കൊണ്ടുപോയി കാണിക്കണ്ടാട്ടാ. പള്ളിയിൽ നിന്ന് നോട്ടീസ് വരും. അത് പോയിട്ടോ. എന്താ നീ എന്തിനാ വന്നേ? ഇയാള് പെൻഷൻ കൊടുത്താൽ ഇയാളെ ജോലിയാ കളയും. ജോലിയല്ലേ നിന്റെ ഭരണമുണ്ടായിട്ടുണ്ടേ? ഭരണം മാറും. മക്കളുടെ പൂത്ത കാശല്ല ഉണ്ടാക്കുന്നത്. എവിടെ? ദുബായിലാ? അല്ല പിന്നെ. മോനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. മോനെ കാര്യം താത്തയുടെ 2 മക്കൾ ഗൾഫിൽ തന്നെയാണ്. പക്ഷെ മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട്, എല്ലാ പ്രവാസികളും പണക്കാരാന്നുള്ളത്. താത്തയുടെ ഒരു മകൻ അവിടെ ഒരു ഹൗസ് ഡ്രൈവറാണ്, മറ്റൊരു മകൻ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലെ തുച്ഛമായ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരാൾ ഗൾഫിൽ ചെന്ന് ഉടനെ നിങ്ങൾ പണക്കാരനായി കാണുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ താത്ത ഈ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ വീട്ടിലാണ് താത്ത താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമരമുറ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. നീ എന്താ സമരം ചെയ്യാൻ പോണേ? ചെയ്ത സമരമൊക്കെ ചീറ്റി പോയി വെറുതെ പണിയില്ല. വല്ല പണിയെടുത്ത് ജീവിക്കണ. ഞാൻ നിനക്ക് പറ്റിയൊരു സമരം പറഞ്ഞുതരാം. ആ പുള്ളേനെ വിളിച്ചോളാം. വേഗം വിളിച്ചുണ്ടോ? നിനക്ക് പറ്റിയ സമരം ഞാൻ ഇപ്പൊ തരാം. എവിടെയാ പുള്ള? വേമാവളയാണ്. ഈ ചേട്ടനാ സാധനം കൊടുത്ത ഇവിടെ ഇതിന് ഇതിനാ ഇത് കൊടുക്ക്. ഇത് കൊടുക്ക്. ഇതെന്താണാ? ഇതാണ് ചട്ടി, മറിയ ചട്ടി. ഈ ചട്ടി വെച്ച് നീ പണിയെടുക്കാൻ നോക്കും. വേഗം പോയി. സിസിലി കുട്ടിലെ തേപ്പ് പെട്ടി, പാട്ടി തലര മുറുക്കാൻ പെട്ടി.
താങ്ക് യു. നന്ദി ഉഷാദൻ ടീം സഖാക്കൾക്കുള്ള സ്നേഹോപഹാര വിതരണമാണ്. നൗഷാദ് ടീമിക്കുള്ള സ്നേഹോപഹാരം. ഇവിടെ പോയി കിടക്കാണ്. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളാണ്. താത്തോ ദാദാ ആരെ മോനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ പറ്റടാ. നീയാണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ? അതെ അതാ. ഓ, ഞാൻ ഇതുപോലെ ബംഗാളി ആയിരിക്കും അല്ലെ ജോലിക്ക് വേണ്ടിട്ട്. ഒന്ന് പോതാത്ത എന്തിനാ നീ വന്ന? ഞാൻ തന്റെ പെൻഷൻ കൂടി വന്നാണ്. പഠിച്ചവനെ പെൻഷൻ കൊണ്ടുവന്നാണോ? അപ്പൊ ആരാണ്ട് പറഞ്ഞു ഈ പെൻഷനൊക്കെ നിർത്തി, സർക്കാർ എനിക്ക് പെൻഷൻ തരൂല. ഇവിടെ ആരാണ്ട് ചട്ടിയൊക്കെ എന്റെ സമരത്തിന് ഇറങ്ങിയല്ലേ ഉള്ളേ? ആരാ താത്തകളൊക്കെ പറഞ്ഞേ? ഈ സർക്കാർ ഉള്ളിടത്തോളം കാലം താത്തയുടെ പെൻഷൻ കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ആ ഉറപ്പുകാരനാ താത്ത ഈ പാർട്ടിയിൽ വന്നതിന്റെ പണിയാണ്. പിന്നെ എത്ര കാലം അതിനെ കണ്ടിട്ടിപ്പോ? അത് നീ ഇങ്ങോട്ട് വരാത്തോണ്ടല്ലേ? അത് ശരി. പിന്നെ മക്കളൊക്കെ എവിടെ താത്ത? എന്റെ മക്കള് ഒരാള് ദുബായില്, അവൻ ഷുക്കൂർ. സത്താർ എവിടെയാ പോ? സത്താർ ഖത്തറില്. പിന്നെ താത്താക്ക് ഒരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മോളുണ്ട്. നീ എങ്ങനെ അറിയാം? ഞാനവളെ കണ്ടിട്ടുണ്ട്, അവള് അതിലേക്ക് പോണതിനെ കാണാറുണ്ട്. സൂറ. സൂറ. നീ എങ്ങനെ അറിയും? എന്താണ് നിങ്ങൾ മോളുടെ പേര് പറഞ്ഞത് തന്നെ ഭയങ്കര ന്യൂസിലൊക്കെ ഏതോ ആരമാണ് സൗണ്ട് ചെയ്യണ അറിയാതെ ചക്കരത്താ. പത്രവായന കാര്യങ്ങളൊക്കെ ഉണ്ടോ പഴയ പോലെ? പിന്നെ ഞാൻ പത്രമൊക്കെ വായിക്കും. പഴയ പോലെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഇപ്പൊ? പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അതെ, ഓക്കെ. അങ്ങനെയാണ് ഈയിടയ്ക്ക് നമ്മുടെ PM ഇവിടെ വന്നിട്ട് കുറെ ഗ്യാരണ്ടിയെ പറഞ്ഞു പോയല്ലോ. എന്താ അഭിപ്രായം? ഏത് നമ്മുടെ ആ പുള്ളി തള്ളിയ പഴയ കഥ നിനക്ക് അറിഞ്ഞൂടെ? പണ്ട് നമുക്ക് 15 ലക്ഷം രൂപ വെച്ച് അക്കൗണ്ടിൽ ഇടാന്ന് പറഞ്ഞു. നിനക്ക് കിട്ടിയ? അത് ഒന്നാമത്തെ ഗ്യാരണ്ടിയാണ് പുള്ളിയുടെ. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? പെട്രോളിന് 50 രൂപ ആക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര പെട്രോളിന്റെ വില? 110 അത് രണ്ടാമത്തെ ഗ്യാരണ്ടി. മൂന്നാമത്തെ ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? മൂന്നാമത് കൂടെ ഗ്യാസിന് 300 രൂപ ആക്കാന്ന് പറഞ്ഞു. അതിന്റെ എത്ര ഇപ്പൊ വില? 1200 അത് മൂന്നാമത്തെ ഗ്യാരണ്ടി. ഇനി വല്ല ഗ്യാരണ്ടി വേണോ മോനെ? വേണ്ട, ഇത് തന്നെ മതി. അതൊക്കെ പോട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് അതേ അഭിപ്രായം അത് പറ. സർക്കാര് നല്ല പ്രവർത്തനമല്ലേ മോനെ നടത്തണ ഈ നാട്ടില്? എന്തെല്ലാം വികസനം കൊണ്ടുവന്നേക്കണേ. നമ്മുടെ സ്കൂള്, സർക്കാർ സ്കൂളൊക്കെ കണ്ടുകഴിഞ്ഞ് പിള്ളേരൊക്കെ പഠിക്കണണ്ട. ഹൈടെക് സ്കൂളിലെ അമേരിക്കക്കാർ വരെ ഞെട്ടിപ്പോകും നമ്മുടെ സ്കൂളൊക്കെ കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല, ആശുപത്രികള് 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് അല്ലേ അവിടെ നടക്കണേ? നമ്മളൊക്കെ അവിടെ ഒന്ന് പോയി നോക്കണം. പിന്നെ റോഡുകള്, പാലങ്ങള്. നമ്മുടെ ഈ KPM സാദിഖിന്റെ അവിടെ പാലക്കാടാണ്. അവിടെ നിന്ന് കോഴിക്കോട് എത്താൻ വേണ്ടി 5 മണിക്കൂർ വേണം. ഒരു ഖുർആൻ കയ്യിലുണ്ട് നമുക്ക് കത്തോതാ. ഇപ്പൊ ഒരു പാട്ട് പാടുന്ന നേരത്തിൽ നമുക്ക് കോഴിക്കോട് എത്താം. അതാണ് നമ്മുടെ സർക്കാർ. അതുപോലെ എന്തെല്ലാം പരിപാടി, ഫോൺ കൊണ്ടുവന്ന് കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കണേ. അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ല കാര്യങ്ങൾ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ട് കേരളയുടെ ഒറ്റ എണ്ണം കൈയടിക്കേണ്ടതെന്ന് നോക്കിയേ. എന്ത് മനുഷ്യന്മാരെ! ഇതാണ് നമ്മുടെ പാർട്ടിയുടെ കുഴപ്പം. പറഞ്ഞോ. സമയത്ത് എനിക്ക് കുറെ സ്ഥലങ്ങൾ പോകണ്ട്. മേലായിട്ട് കല്യാണമേടെ ഉണ്ടോ? കല്യാണമേടെ പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ആ പെൻഷൻ കൊടുക്കണം എനിക്ക്. ഏത് കല്യാണിയുടെ വീട്ടിലെ? പഠിച്ചവരെ ആ പുള്ള ഇപ്പൊ ഇത്തിരി മുമ്പ് അങ്ങോട്ട് പോകണുണ്ടല്ല. ആ കുടുംബശ്രീയുടെ മീറ്റിംഗ് എന്താണ്ടെന്ന് പറഞ്ഞ ആ പുള്ള പോയി. വിളിക്കുന്ന അവിടെ ആ ചെറുക്കനുണ്ട്. അവനെന്തിരി കിറുക്കനാണ്. അതെന്താ പറ്റിയേ? അത് കുഴപ്പമില്ല. ഈ അടുത്തൊരു ചാണകക്കുഴിയിൽ വീണതാ. അവനെ അത് വിളിക്കാല്ലേ? മോനെ ചന്ദ്ര, മോനെ ഭരത് ചന്ദ്ര. എന്തിനാ എന്നെ വിളിച്ചു? എന്തിനാ വിളിച്ചതാ? നിന്റെ അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് ഈ പുള്ള സൊസൈറ്റിന്ന്. ആളാവാൻ വരരുത്. മോനെ അത് പെൻഷനാണ്, അമ്മയുടെ പെൻഷനാണെന്ന്. പെൻഷനോ? എനിക്കും വേണം പെൻഷൻ. ഞാനിത് ഇങ്ങ് എടുക്കുവാ. പോട്ടെ.
എന്റെ പൊന്നിത്ത് അത് ഇത്ര പ്രശ്നമായി ഇതിനെ വിളിക്കണ്ടായിരുന്നല്ലോ. ആ കിർക്ക് ഈ തൃശ്ശൂരാരും മാറ്റിക്കോളാം, അടുത്താണ്, അത് പേടിക്കണ്ട. ആ അതൊക്കെ പോട്ടെ. ഞാൻ ഈ ഇടയ്ക്ക് എപ്പോഴും യൂട്യൂബിൽ കണ്ടപ്പോ താത്തയുടെ ഒരു പഴയ വീഡിയോ കണ്ടു. താത്ത എപ്പോഴും പഴയ പാരഡിയൊക്കെ പാടാറുണ്ടോ? പഴയ ഭാരതി ബീരാനൊക്കെ പോയ പിന്നെ പാട്ട് നിർത്തിയില്ല പണേ. ബീരാനൊക്കെ